السلام عليكم ورحمة الله وبركاته. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഒരുമിച്ച് കൂടാൻ ഈ പള്ളിയിൽ ഒരുമിക്കാൻ തൗഫീഖ് നൽകിയതുപോലെ നമ്മളെയും നമ്മൾ മരിച്ചുപോയവരെയൊക്കെ അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. പരിശുദ്ധമായ ഖുർആനിലൂടെ സൂറത്തുൽ മുനാഫിഖൂനയിലൂടെ അല്ലാഹു നമ്മോട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളായ ആളുകളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും, നിങ്ങളുടെ സമ്പത്ത് കാരണമായി, നിങ്ങളുടെ മക്കൾ കാരണമായി നിങ്ങൾ ദിക്റില്ല, അല്ലാഹുവിനെ മറന്നു കളയുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് അല്ലാഹു നമ്മോട് ഖുർആനിൽ പറയാം. അപ്പൊ സമ്പത്ത് കാരണമായിട്ട്, അതുപോലെ മക്കള് കാരണമായിട്ട്, എനിക്ക് ഒരുപാട് സമ്പത്തുണ്ട്, എനിക്ക് എന്തും ആവാം എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് വേണ്ട. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് മക്കളുണ്ട് എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹനെ മറക്കരുത് എന്ന് അള്ളാഹു ഖുർആനിലൂടെ പറയാ. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഈ നശ്വരമായ ദുനിയാവില് എന്തെന്നും എനിക്ക് സമ്പത്ത് കൊണ്ടോ എന്റെ കരുത്തുള്ള മക്കളോണ്ടൊക്കെ ജീവിക്കാമെന്ന് ഉദ്ദേശിച്ച് അള്ളാഹനെ മറക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായാൽ അവർ പരാജിതരിൽ പെട്ടുപോയി. അള്ളാഹു നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ. പിന്നെ അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. നിങ്ങളെ ശരീരം കൊണ്ടുള്ള ചെലവഴിക്കലുണ്ട്, അത് റബ്ബിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനമാണ്. പിന്നെ സമ്പത്ത് കൊണ്ട് നിങ്ങൾ ചെലവഴിക്കുക. എന്തിന്റെ മുമ്പ് മരണം എന്ന് പറയുന്ന ഏറ്റവും ഒരു വലിയ കാര്യമുണ്ട്. ക്ഷണിക്കാതെ വരുന്ന ഒരു അതിഥിയാണ് മരണം. ഏത് സമയത്താണ് അള്ളാഹ് നമുക്ക് കണക്കാക്കിയിട്ടുള്ളത് എന്ന് അറിയില്ല. അള്ളാഹു നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഒക്കെ നല്ല മരണം കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ അള്ളാഹ് ഖുർആനിൽ പറയുകയാണ്, നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് മരണം വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ ചെലവഴിച്ചോ. അങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് മരണം വന്നാല്, മോമിനായ മനുഷ്യനും അള്ളാഹിനെ കുറിച്ച് ഓർക്കാത്ത മനുഷ്യനാണെങ്കിലും അവിശ്വാസിയായ മനുഷ്യനാണെങ്കിലും ഒക്കെ പറഞ്ഞു കുറച്ച് സമയം കൂടി എനിക്ക് ദുനിയാവിൽ ജീവിക്കാനുള്ളത് ഈ ഭാഗ്യം കൊണ്ടാ. അല്ലാഹുവേ, ഞാൻ എന്റെ സമ്പത്തൊക്കെ സദഖ ചെയ്തോളാം റബ്ബേ. ഇനി ഞാൻ നല്ലവരോട് കൂടെ ജീവിച്ചോളാം റബ്ബേ. അതുകൊണ്ട് എന്നെ ഇപ്പൊ തന്നെ മരിപ്പിക്കല്ല, കുറച്ച് കഴിഞ്ഞിട്ട് മരിപ്പിക്കുന്നതാ എന്ന് അതാ അള്ളാഹുവിനോട് പറഞ്ഞു പോകുന്ന. അള്ളാഹു പറയുന്നു, ഓരോ ശരീരത്തിന് അള്ളാഹു തആല ആയുസ് തൂക്കി കണക്കാക്കിയിട്ടുണ്ട്. ഓരോ സെക്കൻഡുകളും തൂക്കി കണക്കാക്കിയിട്ടുണ്ട്. ആ സമയം എത്തിയാൽ പിന്നെ അള്ളാഹു തആല ഒരിക്കലും വിട്ടുവിട്ടിക്കൂല എന്ന് ഖുർആൻ അല്ലാഹു പഠിപ്പിക്കാൻ. അല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്ന് ഖുർആനിലൂടെ വീണ്ടും അള്ളാഹു നമ്മൾ നടത്തുകയാണ്. അള്ളാഹുവെ, പഠിച്ചവനെ, ഞങ്ങളുടെ ജീവിതം നിന്റെ പൊരുത്തത്തിലാക്കി തരണം തമ്പുരാൻ. ഞങ്ങളെ നിസ്കാരങ്ങൾ, ഞങ്ങളെ പുണ്യങ്ങളൊക്കെ കബൂൽ ചെയ്യണം തമ്പുരാൻ. വലിയ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകണം റഹ്മാനെ. ദുനിയാവിൽ വെച്ച് നേരത്തെ തന്നെ ഒരുപാട് നന്മകൾ, സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ ഒരുക്കി വെക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ മരിച്ചവരെ ഞങ്ങളെ ചുറ്റും മറവോട്ട് കിടക്കുന്നവർ എല്ലാവർക്കും സ്വർഗീയമായ ജീവിതം പ്രദാനം ചെയ്യണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി. അസ്സലാമു അലൈക്കും.